കളി വരുന്നത് ക്രേസി ഫാമിലി ആൻഡ് ഫസൽ ഫാമിലിത്തെ കിങ്ങും ക്രേസി ഫാമിലിത്തെ കിങ്ങും ആണ് കേട്ടോ. 2 ടീമായിട്ടാണ്. ഇതില് ഞങ്ങള് ജയിച്ചു. ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിനി ഓണം കഴിഞ്ഞിട്ട് ഒരു ഓണപരിപാടി ഉണ്ടാക്കാന്ന് പറഞ്ഞിനി. അപ്പോൾ ഒരു ഓണപരിപാടി ഇല്ല, എല്ലാവരും കൂടിയിട്ട് സ്കൂൾ പൂട്ടും കാര്യമൊക്കെ ഇല്ല. അപ്പോൾ കുട്ടികളൊന്നും ഇല്ല, വെറുതെ രസത്തിനും വേണ്ടിയിട്ട് ഒരു പരിപാടി ഉണ്ടാക്കുകയാണ്. അപ്പം തറവാട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒന്നുമില്ല. അപ്പം നമ്മള് സിപ്പിനെ ഒരുങ്ങി നല്ല ചൊറുക്കയിക്കണ്. ഇതിന്റെ കോസ്റ്റ്യൂം ഇതാണ്. ഇമ്മ സാരി ഇട്ടിട്ടില്ല, ഇപ്പ സാധാ മാതിരിയാണ്. അപ്പൊ തറവാട്ടിൽ നിന്നാണ് ഇന്ന് ഫുഡും കാര്യം എല്ലതും അല്ലേ. അപ്പൊ അങ്ങോട്ട് പോവാൻ നിക്കാണ്. പിന്നെ അവിടെ വെച്ചിട്ട് കാണാം നമുക്ക്. വണ്ടി വിളിച്ചേക്കണ്, വണ്ടി വന്നിട്ട് പോവാൻ നിക്കണം. നമ്മളെ ആദ്യം അങ്ങോട്ടാ അടക്ക് അത് തുണി ഇട്ടിരിക്കണ്. മറ്റവന്റെ തുണി അവിടെയാണ്. അപ്പൊ ഞങ്ങള് നേരെ പോട്ടല്ലേ. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോ അനു മോട്ടനും കുറച്ച് സാധനങ്ങൾ, പരിപാടിക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അതിന് പൊക്കാണ്. തുണിയൊക്കെ എടുത്ത് വന്ന അതാപാണ് ഒക്കെ മാടി പൊന്തിച്ച് കിടക്കുക. നേരം വൈകിയാറിന് ചത്തട്ടി പോന്നാലേമ്മ ആലയാക്കിയൊക്കെ വേഗം വന്നിക്കണു, വേഗം തുടങ്ങും വിചാരിച്ചിട്ട്. പിന്നെ എന്താണ് ഞങ്ങള് കളിയാളെ എഴുതി വെക്കുകയാണ്, അല്ലെങ്കിൽ മറന്നോ തന്നെ. അനുവിന് ഏതൊക്കെ കളി കളിച്ചതിന്റെ സാധനങ്ങളും കാര്യമൊക്കെ ഇട്ടുകൊടുക്കുകയാണ്. വേഗം പരിപാടി എടുക്കണം, കാരണം ഇപ്പൊ മഴയല്ല, ഇനി കുറച്ച് കഴിഞ്ഞാൽ മഴ പെയ്യോ ഇല്ലേന്ന് അറിയില്ല. എല്ലാരും അവിടെ ഇവിടെ ഒരുങ്ങാട്ടോ. അവിടെ സാരി ഇട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തി. നേരെ 12 മണിയാവാനായി. അപ്പോഴും ഈർത്താണ് സാധനം ചാടാനായിക്കണ്. അമ്മായി ഒക്കെ ചുറ്റി ഒരുങ്ങി കുത്തിരിക്കുകയാണ്. ഇതാണ് അമ്മായിന്റെ ഫൈനൽ. ചുറ്റാൻ പറ്റ പാട് ഞങ്ങളൊക്കെ കേട്ടോ. അമ്മായിയൊക്കെ നല്ല ഡീസന്റ് ചുറ്റിക്കണം. ഉമ്മമ്മ നിങ്ങളെ നായിക അല്ലേ, രസല്ലേ ചുറ്റിട്ട്. അപ്പൊ ഉമ്മമാന്റെ സാരി ഇട്ട് എങ്ങനെ ഉണ്ടെന്ന് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാ. സാരി എങ്ങോട്ടേലും പോകുമ്പോ ഒരു മിനിസ്റ്റല് സാരി ഏതാണ് ആ തുണി? ജോർജ് അമ്മാന്റെ സാരി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫർദ ഇറങ്ങിയതല്ലേ, പിന്നെ ഫർദ ഇട്ട് ഇറക്കും. അങ്ങനെ അലിയാക്കാന്റെ ഡ്രസ്സ് അറിയണത് നീല ഷർട്ടും തുണി, എല്ലാരും കാര്യത്തിലാണ് അല്ലേ. അപ്പൊ നമ്മളിനി മറ്റോലെ കാത്തിക്കാണ്, ഓലെ കാണാനല്ലോ ഇപ്പൊ വരുന്ന് വിചാരിച്ചാണ്. അങ്ങനെ നമ്മളെ കളിയും കാര്യൊക്കെ ഇവിടെ തുടങ്ങാനായി. ഫസ്റ്റ് റിസ്ക് കടി എന്നാണ് പറയണത്. അപ്പൊ റിസ്ക് കടിയാണ് ഫസ്റ്റ്. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ തൂക്കി വെച്ചിരിക്കണം. കുട്ടികളെ ഫസ്റ്റ് ഇതാക്കിയിട്ട് ഇവിടെ ഇൻട്രോക്കില്ലേ പ്രിപ്പറേഷൻ ആണ്. കുട്ടികളെ കളി ആയതുകൊണ്ട് ഫസ്റ്റ് കുട്ടികളെ പ്രാക്ടീസ് എടുക്കുക കേട്ടോ. ഏതാന്ന് ചിലപ്പോ ഒക്കെപ്പാടെ വലിച്ച് താഴെടും കുട്ടികളായോണ്ട്. കയ്യും കൊണ്ടല്ല, കയ്യ് ബേക്ക് കെട്ടണം. അതോ കയ്യ് കേട്ട് ബേക്കൊക്കെ കെട്ടണം. എന്നിട്ട് ഇങ്ങനെ താത്തും അപ്പൊ കടിച്ചണം കേട്ടോ. കൈയോണ്ടാക്കരുത് കേട്ടോ. ഞാനിപ്പോ ഇപി വിളിക്കുമ്പോ ചാടണം. ചാടിയിട്ട് ഡെസ്ക് കടിച്ച കൈ കൊണ്ട് പിടിച്ചരുത്. അതോ ഫസ്റ്റ് ട്രൈല് കടിക്കാണ്, ഒന്ന് കാണിക്കാണ്. ട്രൈല് നോക്കട്ടെ. കൈ പറ്റൂല തന്നെ. ചാടി കച്ച അത് കച്ചട്ടോ. അപ്പൊ റെഡി അത് തുടങ്ങട്ടോ. കൊറച്ചേരം വെച്ചോടുത്തല്ലേ അളിയാക്കോൽക്ക്. അമ്മ അങ്ങോട്ട് വരും. തുടങ്ങില്ല. വെള്ളം എങ്ങനെ ആക്കിയാ മതി. റെഡി 1 2 3 സ്റ്റാർട്ട്. കയ്യറ്റൂല. സെക്കൻഡ് നമ്മളെ വിജയ്. നമ്മളെ കളി വരുന്നത് ക്രേസി ഫാമിലി ആൻഡ് ഫസൽ ഫാമിലിത്തെ കിങ്ങും ക്രേസി ഫാമിലിത്തെ കിങ്ങും ആണ് കേട്ടോ. 2 ടീമായിട്ടാണ്. ഇതില് ഞങ്ങള് ജയിച്ചു. വല്യമ്മ നിങ്ങളെ ടീമില് ഞങ്ങള് തോപ്പിച്ചണ്ടേ.
അപ്പൊ ഞങ്ങൾ ഇനി രണ്ടാമത്തെ ഡ്രസ്സ് കെട്ടി നോക്കട്ടെ. അങ്ങനെ നമ്മളെ ചെക്കന്മാരെ കളി കഴിഞ്ഞ് അതില് ഫീത് ഫസ്റ്റ് വാങ്ങിക്കണം. ഇഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളെ കളിയാണ്. അങ്ങനെ ചെറിയ അപ്പൊ നമ്മള് ഇനി അടുത്ത റൗണ്ടായ കളിക്ക് പോയത് പരിപാടി തുടങ്ങല്ലേ? ഇതോ ഇതായിരിക്കും വന്നോണ്ടിട്ടോ എത്തൂല. എന്നാ തൊള്ളി കിട്ടാരാ കാത്തും പൊന്തും താവും പൊന്തും കാട്ടും. തിന്നാ കിട്ടരുത്. നമ്മൾ തുടങ്ങിയാണ് അവനാണ് നോക്കി പറ്റൂല. അവിടെയൊക്കെ ഇതാദ്യേ ഓരോരുത്തര് പാത്രം വെച്ചാണ്. ഇനി ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഇമ്മാന്റെ ഇതാട്ടോ ഇത് ആ അപ്പൊ ഞങ്ങളെ കളി തുടങ്ങിയാണ്. ആയോ? കൈ കെട്ടൊന്നും വേണ്ടല്ലോ. കൈ ബാക്കിക്ക് കൈ വെക്ക്. ആ ഇമ്മമാണല്ലേ ഉമ്മാമാന്റെ പല്ലിന്റെ അടുത്തുണ്ടോ? കള്ളക്കളി വിട്ടാന്ന് കേട്ടിട്ട് വേണ്ട. അമ്മയെ ഇങ്ങനെ കുളിക്കാൻ എങ്ങനെ കിട്ടാനാ? കാലുമുഖി അമ്മായി പെരുവാട്ടിലാണ്. ആ ഞാൻ കൊടുത്തിട്ടാ ഞാന് ചെറിയ കളി കളിച്ചിരിക്കണേ. അതൊന്നും കൂടി അങ്ങനെ പോയി സെക്കൻഡ് രണ്ടാമത്തെ ആൾക്കാർക്കുള്ള മനസ്സിലായി. തുടങ്ങിക്കോ തുടങ്ങിക്കോ തുടങ്ങിക്കോ. രണ്ടാമത്തെ ആള് കിട്ടിയിരിക്കണേ. അടുത്ത മൂന്നാമത്തെ ആള് ആയിട്ടില്ല ആയിട്ടില്ല. ആ ചിരിപ്പിച്ചല്ലേ ചിരിപ്പിച്ചല്ലേ. ഞങ്ങൾ രണ്ടാളും അറിയില്ല ജയിച്ചത്. ഞങ്ങൾക്ക് അഭിമാനം. സെക്കൻഡ് ഇത് ഭയങ്കര മത്സരമായിരുന്നു. നമ്മളെ മത്സരത്തില് ജയിച്ചങ്ങനെ ആലോചിച്ച ആളിയാക്കി അമ്മായി അനുവാണ് നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. അത് നമ്മളിതില് സന്തോഷമായി തോറ്റിങ്ങനെ നമ്മളതിൽ ജയിച്ചിട്ടില്ല. നമ്മൾ കണ്ടില്ല കള്ളപ്പുറത്ത് വീഡിയോ റീടേക്ക് എടുക്കുന്നതാണ്. കജ്ജേറ്റാണോ തൊള്ളേറ്റോ ആളിയാക്കേ കജ്ജേറ്റ്. അപ്പൊ ഈ കളി കഴിഞ്ഞാഞ്ഞു കൊണ്ടുപോയി, അമ്മായി കൊണ്ടുപോയി, അളിയാക്ക കൊണ്ടുപോയി. അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ജയിച്ചുകൊണ്ട് ഫൈനലാണ്. ഇനി ക്രേസി ഫാമിലി ആൻഡ് ഫസ്റ്റ് ഫാമിലി. ക്രേസി ഫാമിലിയിൽ ആകെ ഒരാളുള്ളൂ അളിയാക്ക. ക്രേസി ഫാമിലി ആൻഡ് ഫസ്റ്റ് ഫാമിലി. ഞങ്ങളെ ക്രേസി ഫാമിലി മുത്താണ് നിൽക്കണത്. അളിയാക്ക ക്രേസി ഫാമിലിന്റെ വിജയം നിങ്ങളെ കജ്ജിലാണ്. ജയിച്ചണം. 1 2 3 up aliaka anu amai aliaka
കിട്ടു. എനിക്ക് തോന്നുന്നു താങ്കളുടെ മാപ്പിള വിജയിച്ചിട്ട് ഒരു ഗെയിമിൽ നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. പരിപാടിയായി ഓള് തിന്നാൻ കൊടുക്കലില്ല, കയർമ കെട്ടി കൊടുക്കലാണ്. കെട്ടി കൊടുക്കലാണ്. അതാണ് നീ കഴിഞ്ഞു. നമ്മളെ ഫസ്റ്റത്തെ റൗണ്ട് കഴിഞ്ഞ് അതിൽ നമ്മളെ അളിയാക്ക കൊണ്ടുപോയിക്കണം. ഇനി സെക്കൻഡ് റൗണ്ട് അറിയണത് ബലൂണ് വീർപ്പിച്ച് പൊട്ടിച്ച് അതിൽ ആരാണ് ഫസ്റ്റ് ജയിച്ചത് നമുക്ക് നോക്കാം. രണ്ട് ടീം മിക്സഡ് ആയിട്ടാണ് കളിച്ചത്. എന്തേതാന്നൊന്നും അറിയില്ല. സിഫ്നുണ്ടോ അടങ്ങാറാക്കാരം? കാരണം ഓള് പ്രഗ്നന്റ് ആയതുകൊണ്ട് ശ്വാസം മുട്ടി വീർപ്പിച്ചിട്ട് വരും. അപ്പൊ കുറച്ച് ടഫിലെ കാര്യമാണ്. അപ്പൊ ഞാൻ നോക്കട്ടെ, ഗെയിം തുടങ്ങാണ്. അങ്ങനെ നമ്മള് ബലൂണ് ആദ്യം പൊട്ടിച്ച് ഒന്നല്ല രണ്ടോ മൂന്നെണ്ണോ ആരാ കൂടുതൽ ഒന്ന് പൊട്ടിച്ചാ മതിയോ? അത് എളുപ്പം പൊട്ടടി. ഒന്ന് മതി. ഓരോന്ന് എന്താ ഒന്ന് വീർത്തിട്ട് ആരെ ഫസ്റ്റ് പൊട്ടിക്ക. അത് ആയോ? തുടങ്ങിയാലോ? തുടങ്ങാം. മോട്ടർ റെഡി ആട്ടെ. മോട്ടറിനെന്താ വീർപ്പിച്ചിട്ടോ? മോട്ടറിനെ കാണില്ല. മുന്നേ കയറ്. റെഡി 1 2 ഞാൻ എടുക്കാം. up 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 anu പട്ട് യാ അനുന്റെ വിലയുടെ സെക്കൻഡ് കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഞാൻ കൊണ്ടുപോയി, സെക്കൻഡ് അളിയാക്ക കൊണ്ടുപോയി. അളിയാക്കല്ലേ സെക്കൻഡ് അളിയാക്ക കൊണ്ടുപോയി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇത് പൊട്ടുന്നില്ല. ഫസ്റ്റ് ഡേഞ്ചറാണ്. നേരെ വീർത്തിട്ട് പിന്നെ പോയി. അങ്ങനെ ഇതിന് നമ്മൾ കഴിഞ്ഞു വെക്കണം. ആണോ? ശ്വാസമൊക്കെ പോയില്ലേ? ശ്വാസം പോയിട്ടില്ല. തിന്നിട്ട് എന്താന്ന് അറിയില്ല. മണ്ണവ തൊട്ട് നല്ല കളിയാണ്. എല്ലാത്തിനും ഉണ്ട്. ബലൂണിന് കച്ചറ. അളിയാക്ക ഇവിടുന്ന് പണിക്കാരനാണ് പോകും. അവിടെ ഇമാതിരി കളിക്കാന്ന് നമുക്ക് അറിയില്ല. ഇതൊക്കെ ചിരിച്ചിടൊക്കെ മുറുകെ കിട്ടുന്നാല് ജയിച്ചിന് ഒരു അഹങ്കാരം മൂപ്പര മോത്തി. ഓട്ട മത്സരത്തിനൊക്കെ ഉള്ളു വെക്കാത്തല്ലേ? അങ്ങനത്തെ കളിക്കൊക്കെ തുടങ്ങല്ലേ. അപ്പൊ നമ്മൾ അടുത്ത ചലഞ്ചാണ് കുപ്പിയിൽ വെള്ളം നടക്കല്. അലയാക്ക അതിന് മോണ്ടൻ ആരെല്ലാം കൊണ്ടുപോയിക്കോ. നമ്മള് ഇതില് പേരൊന്നും നമ്മളത് എഴുതിയിട്ടില്ല. ഇവിടുന്ന് എനിക്ക് ഫസ്റ്റ് വാങ്ങണം. ഞാനും മോണ്ടൻ ഒന്നിലും വന്നിട്ടില്ല. ഈ ജയിച്ചോലെന്നെ റിപ്പീറ്റ് അടിച്ച് പോവാണ്. അലയാക്ക ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഞങ്ങളൊക്കെ ഫസ്റ്റ് ആയിരുന്നു. ഫസ്റ്റോ? ഫസ്റ്റ് അല്ല ലാസ്റ്റ്. അനുണ്ടേ, അനുവിനാണ് അല്ലാത്തിനൊക്കെ ഫസ്റ്റ്. കുപ്പിയും കാര്യൊക്കെ ഇതാക്കി വെച്ചിക്കണേ. ഞാൻ ചിലപ്പോ കൂരിഞ്ഞില്ലേ. അപ്പൊ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിക്കണ്, ഒരു ബേസിൽ വെള്ളം നിറച്ചിക്കണ്. ഇവിടുന്ന് അത്യാവശ്യം ലോങ് ഉണ്ട് അവിടെ എത്താന്. വലിയ കജ്ജില്ലോൽക്കൊക്കെ ഭാഗ്യാണ്. പക്ഷെ നമ്മളത് എന്താവും എന്തേതൊന്നും അലയാക്ക ഉണ്ടാവും. അത് ജയിച്ചിക്കണ്. നമ്മളൊക്കെ പുറത്തെ കഴിച്ചു കൊണ്ടുപോകുക. അപ്പൊ ഞങ്ങള് ഇനി വെള്ളം കുപ്പിയിലിറക്കലാണ്. അപ്പൊ ഞങ്ങള് ജയിച്ചിട്ട് തോറ്റിട്ട് രണ്ടാൾക്കാരായി റെഡി 1 2 നടക്കപ്പത് ഫസ്റ്റാണ് സെക്കൻഡിന് അമ്മായിക്കടുത്ത അമ്മായി ഞാൻ നിർത്തി.
ഞാൻ ഇന്റെ കുപ്പി ഉമ്മാന്റെ അവിടെ ഹെമ്മ കഴിഞ്ഞിട്ടില്ലേ ഇറക്കോ കഴിഞ്ഞില്ലേ അപ്പൊ ഫസ്റ്റ് അനു, സെക്കൻഡ് അമ്മായി. അമ്മായിയെ ഏഴാണ് നിങ്ങൾ രണ്ടാള്, നിങ്ങൾ മൂന്നാള്. ഷംന കൊണ്ടുപോയി സത്യായിട്ടോ. അനുവിന്റെ അപ്പുറത്തെ പേരിക്കാണ് 3 വട്ടോ അമ്മ. ഞങ്ങൾ രണ്ടാളും തോറ്റു. ഞങ്ങളെന്നാ തോറ്റ് കജ്ജണില്ല, കാരണം സാരിയിൽ ചളിയാവും. അപ്പൊ നമ്മള് നെഞ്ഞു കാളെ ആ ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുക്കണ്ടേ. അപ്പൊ ശ്രദ്ധ കുപ്പി മാറി സാരി മാടലായി. അങ്ങനെ ഇതില് ഈ ഗെയിം ആര് കൊണ്ടുപോയി? ഫാമിലി കൊണ്ടുപോയി. ആകെ നഞ്ഞോ അവിടെ തോറ്റ, അല്ലെങ്കിൽ പറയണേ എന്താ നിങ്ങളെ കജ്ജെന്തോ തോന്നി. ഞാൻ സത്യമായിട്ട് ഷംന കൊണ്ടുപോയി രചിക്കണേ. നിങ്ങൾ കൊണ്ടുപോയി വിചാരിച്ച അപ്പൊ നോക്കിയപ്പോ അനുവിന്റെ അവിടെ നിറയാനയക്കണേ. പിന്നെ അങ്ങനെ നമ്മളെ പരിപാടി കഴിഞ്ഞ് കുപ്പിയിൽ വെള്ളം നടക്കല് കണ്ടില്ലേ കഴിഞ്ഞ് നമ്മളെല്ലാത്തിനും പൊട്ടിക്കണേ. കാരണം ഈ സാരിയും കാര്യമൊന്നും ചുറ്റി ചേലില്ലാത്തോണ്ട് നമുക്ക് കജ്ജണില്ല. പിന്നെ ഇനി എന്താ പരിപാടി വെച്ചാൽ നല്ല പൈച്ചല് വഹിച്ചിട്ടുണ്ട്. അപ്പൊ ചോറുന്നാ നിൽക്കുകയാണ്. ചോറ് നല്ല വെറുംചോറുണ്ട്, സാമ്പാറുണ്ട്, കോഴിക്കറി ഉണ്ട്, പായസം ഉണ്ട്. ഒക്കെ നമ്മൾ അമ്മായി വന്നപ്പത്തിന് അമ്മായി ഇവിടെ റെഡിയാക്കി വെച്ചേക്കണേ. അപ്പൊ നമ്മള് സാധനവും കാര്യമൊക്കെ കുഞ്ഞി വെച്ചിട്ടുണ്ട്. പാടിയൊക്കെ കണ്ടു കുത്തിരിക്കേനി ഒക്കെ അത് അവിടെ കുത്തിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മള് നല്ല പൈസ കഴിച്ചിട്ടുണ്ട്. അപ്പൊ കയറിയതാണ് പറഞ്ഞാതിരി നല്ല ചോറും കൂട്ടാനൊക്കെ ഉണ്ട്. വേഗം ചോറുന്നട്ടെ. ചോറുന്നല്ലേ? അപ്പൊ ഞങ്ങള് ചോറുന്നട്ടല്ലേ കഴിച്ചിട്ട് കാണിക്കാം. അങ്ങനെ നമ്മളെ ഫുഡ് കഴിച്ചില്ല കഴിഞ്ഞ് അടുത്ത കളി അറിയുന്നത് ബലൂൺ ചവിട്ടി പൊട്ടിച്ചില്ലാണ്. കാരണം ബലൂണ് ഞങ്ങൾ നേരത്തെ വീടിപ്പിച്ചു. അതുകൊണ്ട് ടൈം കൂടുന്തോറും ബലൂണിന്റെ എണ്ണം കുറയാണ്. അപ്പൊ ഞാൻ അതിന്റെ പ്രിപ്പറേഷനും കാര്യമൊക്കെയാണ്. നമ്മളെല്ലാരുടെ കാലുമ്പോ ബലൂണും കാര്യമൊക്കെ കെട്ടി ഞമ്മക്ക് ബലൂണുണ്ട്. ബലൂൺ ആൾക്കാരാണ് പോണത്. അങ്ങനെ എല്ലാരും ബലൂണും കാര്യമൊക്കെ ഇതാക്കിയിട്ട് അമ്മായി ലിഗമെന്റ് പൊട്ടിക്കണെന്ന് പറഞ്ഞിട്ട് മത്സരത്തിൽ നിന്ന് പിന്നോട്ടമില്ലാതെ മുന്നോടിയായി നിൽക്കുകയാണ്. പിന്നെ ഗർഭിണി എല്ലാവരെയും മത്സരത്തിൽ വിസിലെവിടെ ആദ്യത്തുണ്ടായിനി അതങ്ങനെ പൊട്ട. അപ്പൊ ഞങ്ങള് പോയി തോറ്റേച്ച് വരാം. റിതോ നമ്മളെന്താക്കണം, മോട്ടനെ ടീവ് ബേസിൽ ഇതാക്കണം. നമുക്ക് എന്നാക്കും ലാസ്റ്റ് ജയിച്ച. അപ്പൊ ഞങ്ങൾ പോട്ടെ. അപ്പൊ തുടങ്ങല്ലേ? ഇതെങ്ങോട്ട് നുണ്ടി പോ. ഏത് കാലം ഇത് കൊത്തില്ല. അപായ കെട്ടിക്കിടുന്നാലും മോനെ ചിലപ്പോ ഒഴിവാക്കി കളത്ത് കറങ്ങി ഇങ്ങനെ തോക്കാം. മോട്ടന്റെ അനുവിന്റെ കണ്ണിന്റെ വേത്തട്ടോ കുട്ടികളൊക്കെ ഇല്ല. 5 ആളെ കൂട്ടാളെ ഞങ്ങള് കൂട്ടിക്കണേ. അപ്പൊ റെഡി 1 ഫസ്റ്റ് ഔട്ടായ വ്യക്തി ഞാൻ. അപ്പുറത്തെ ചേച്ചിന്റെ സാരി തിരുമ്പാതെ കൊണ്ടേ കൊടുക്ക. ചേച്ചി നോക്കാം ഇജെങ്ങനെ വന്നീനിയെ? നല്ല ചൊക്കില് വന്ന ഈ മോണ്ട കളാളിയാനേ
ഏതായാലും കളി ഉഷാറായില്ലേ? കൊയങ്ങി ഗായ്സ്. മഴ പാറ്റുണ്ട്. എന്റെ കുട്ടി നല്ലോണം കളിച്ചിക്കണല്ലേ? ലാസ്റ്റ് തന്നെ ഓ കിട്ടില്ലേ ഓ ജഡ്ജി മണ്ടല്ലേ. അങ്ങനെ നമ്മളെ അടുത്ത കളിയാണ് സൂചി നൂലും. ഇമ്മമ്മയുണ്ട്, എല്ലാരും ഇവിടെ കളിച്ചാണ്ട് തുടങ്ങല്ലേ. മഴ നശിപ്പിച്ചാണ്. മഴ ഇവിടെ പെണ്ണുങ്ങള് പ്രാക്ടീസ് കൊടുക്കാണ് കേട്ടോ. സൂചി നൂലും അളിയാക്ക ഇട്ടുണ്ടോണ്ടിട്ടോ. അളിയാക്കാക്ക് 2 ഓട്ടം കൊടുത്തിക്കണു ഒന്ന് കമ്പില്. 2 ഓട്ടം വലിയ സൂചി. അളിയാക്ക വേറെ ഓട്ടി കൂടെ കൊണ്ടുപോകണം കണ്ടോ. വീട്ടിൽ വെക്കണം മോട്ടാ കേട്ടോ. റെഡി 1 2 കോർത്തത് 1 10 സെക്കൻഡ് മറ്റോടെ കോർക്കണോ. അവ ഫസ്റ്റ് സംന സെക്കൻഡ് തേർഡ് ഞാന് ഏറ്റവും ലാസ്റ്റ് അളിയാക്ക കൊത്തിരിക്കണോ. എങ്ങനെ കണ്ണാണത്തുള്ളത് കേറിയത്. അങ്ങനെ നമ്മളെ ബാലവും ചവിട്ടി പൊട്ടിച്ചാല് കഴിഞ്ഞ് അർത്ഥം എന്താ വെച്ചാല് നാരങ്ങ സ്പൂൺ കൊണ്ടുപോക്കാണ്. അതിന്റെ അടുത്ത് മഴ വന്നിട്ട് ഇപ്പൊ ഉള്ളിലാക്കേണ്ടി വരും. ക്ലിയറും കാര്യം എന്താ എങ്ങനെയാന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. കുട്ടികളും വലിയോലും ഒക്കെ ഉണ്ട്. ഒക്കെ കൊയങ്ങിക്കണ്. പ്രാക്ടീസ് പറ്റൂല കേട്ടോ. കുറച്ചോനെ ഇവിടെ വന്നപ്പോളേ ഞാനല്ല കളിക്കും അല്ലേ സിഫ്ന? പിന്നെ അരം കൂടും. ഓരോ കളി കാണുമ്പോ അരം കൂടും. നമ്മളിപ്പ ഒന്നിനും ഇല്ല, കാണാനുള്ളൂ. തുടങ്ങല്ലേ? തുടങ്ങാം. നിലത്തിടല്ലേ? അപ്പൊ നമ്മള് സിഫ്ന ലെഫ്റ്റ് ആയ സിഫ്ന ക്യാമറ ഞാൻ കൈമാറുകയാണ്. അമ്മായി ബത്സരൊക്കെ കുഴങ്ങിയിട്ട് നമുക്ക് പായസേറ്റ് വരുന്നുണ്ട്. പെണ്ണിനെ പറ്റിയെങ്കിൽ പറഞ്ഞാൽ മതി അളിയാക്ക. ആദോച്ചാ രസല്ല പായസം. ഇതിന് വരെ പായസം ഇഷ്ടല്ലേ ഇനി? ആദ്വാ പായസം കുറിച്ചോളി. അപ്പൊ ഇനി ഞങ്ങളിഞ്ഞ് മോണ്ടന് പായസം വേണ്ടേ? എന്നാ നീച്ചൂട്. പായസം എപ്പോഴായിക്കണം. നീച്ച് പായസം കുറിച്ച്. അപ്പൊ നമ്മൾ അർത്ഥം വലിച്ചതാണ് നാരങ്ങ സ്പൂൺ വെച്ച് ഇങ്ങനെ കൊണ്ടുപോയി നാരങ്ങ. എന്നാ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വച്ചിട്ടിരിക്കണേ. ഇതിലെന്തേതാന്നൊന്നും അറിയില്ല. പോയോക്കട്ടെ ലൈൻ നിക്കണ്ട്. മയക്ക് ചെറിയൊരാക്കുണ്ട്. ക്യാമറമാൻ സിഫ്നൊക്കെ ഒപ്പം ഞങ്ങള് ജയിച്ചൂലേ? ഈ 3 ടീം 4 ടീം ജയിച്ചൂലേ? ജയിച്ചൂലേ? അറിയില്ല. എന്റെ അഞ്ചത്തിന്റെ ഒപ്പല്ലത് കടിച്ചോണ്ടെന്നാ ചുണ്ടും വെച്ചാതി. റെഡി അല്ലേ? റെഡി. റെഡി 1 2 ആദ്യം തൊട്ടിട്ടാ. റെഡി 1 2 അനു സെക്കൻഡ് മൗണ്ടൻ തേർഡ് സംന ഫോർത്ത് ഉമ്മ 5 കുഞ്ഞുമാന് ലാസ്റ്റ് അതുങ്ങളുണ്ടോ? നിങ്ങള് ലാസ്റ്റ് ആ കഴിഞ്ഞിട്ട് നിങ്ങള് പിന്നെ മമ്മ. ചാടാൻ പറ്റൂല. അത് അവനാണ് കൈവച്ചിപ്പോ. ഗെയിം എന്താ? മെഴുകുതിരി കത്തിക്കളി. കത്തിച്ചോടുക. ഇന്നത്തെ ഗെയിം എന്താ? മെഴുകുതിരി കത്തിച്ച് ഓടുക. ഇതിനെ ഫസ്റ്റ് വാങ്ങുവാ. ഒന്നുമില്ല. ഇത് ഞാൻ ഒന്നിനും ഫസ്റ്റ് വാങ്ങി ഒന്നിനും കയറ്റം വെച്ച് വെച്ചാണ്. ഒറ്റടിക്ക് നമ്മള് ജയിച്ചൂല. ഇങ്ങനെ തുടങ്ങല്ലേ? റെഡി 1 2 വിസിലടിച്ചേ
റെഡി 1 2 3 ഇവരെല്ലാരും കഴിച്ച് എന്താ കാട്ടി അറിയോ? എല്ലാരും മണ്ടി, ഞങ്ങള് ബാക്കിൽ മണ്ടിയില്ല. ഇമ്മമ്മി നടന്നു വന്നു. നടന്നോണ്ട് കെട്ടില്ലോ ഫസ്റ്റ് അനു ഞാൻ നോക്കിയാ പോകുന്ന കേട്ടോ. അപ്പൊ എന്നാ വെള്ളം പോക പിന്നെ ഒക്കെ പനിമൊക്കെ റീതുന്റെ കേട്ടില്ല, റീതുന്റെ കെട്ടില്ലേ കേട്ടു. അനുവിന്റെ ഫസ്റ്റ് കെട്ടില്ലേ? നമ്മള് ഫസ്റ്റ് നമുക്ക് ഭയങ്കര കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു ചെലോലൊക്കെ. അവിടെ എത്തിയപ്പോ കെട്ടു. അതിന്റെ മുന്നേ തന്നെ ഞാൻ പറയും നമ്മളെ കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ കളിയിൽ തോറ്റു, രണ്ടാമത്തെ കളിയിൽ തോറ്റു, മൂന്നാമത്തെ കളിയിൽ തോറ്റു, നാലാമത്തിൽ തോറ്റു, അഞ്ചാമത്തെ ഞാൻ പറഞ്ഞില്ലേ. ഇനി നമ്മളെ അടുത്ത ഗെയിം എന്ന് പറയുന്നത് കൈപ്പങ്ങ ഈറ്റിംഗ് ചാലഞ്ചാണ്. അപ്പൊ രണ്ട് കൈപ്പങ്ങ പോലും കൊണ്ടുവന്നിട്ടുള്ള ഒരു 6 ആളുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പീസ് കൊടുക്കും. ഓരോ പീസ് കൊടുത്തിട്ട് എങ്ങനെയാ നിക്കണോടത്തുനിന്ന് ചവച്ചരച്ച് തിന്നിട്ട് തൊള്ള പൊച്ചിട്ട് കൈ പൊന്നിച്ച് കാട്ടി കൊടുക്കണം. കൈപ്പങ്ങ നമ്മള് ഗെയിം കൊടുക്കുമ്പോ കാണാം. എല്ലാരും കൊരും കളഞ്ഞ് എല്ലാരും സെറ്റായി നിൽക്കുന്നുണ്ട്. കുട്ടികള് വരെയുണ്ട് ഈ കൈപ്പങ്ങക്ക് അല്ലേ? എല്ലാരും കവർ ചെയ്യില്ലേ? അപ്പൊ നമ്മള് പരിപാടി തുടങ്ങിയാണ്. അപ്പൊ 2 കൈയും പൊന്തിച്ചണം. ഫസ്റ്റ് തിന്ന് ചവച്ചരച്ച് നാവും പുറത്തേക്ക് ഇടണം, കൈയും പൊന്തിച്ചണം. അപ്പൊ ഇല്ല, ഞാൻ ടേസ്റ്റ് നോക്കിയാണ്. ഇപ്പൊ അത് കാണില്ല. റെഡി 1 2 എന്തായാലും ഈ അമ്മ ഇതെല്ലാം സാധിപ്പിച്ചു. കഴിഞ്ഞോ? കുഞ്ഞാ ഫസ്റ്റ്, കുഞ്ഞാൻ ഫസ്റ്റ്. ഇറക്കട്ടെ. ഇപ്പൊ സെക്കൻഡ് ഇപ്പൊ ഇവലൊക്കെ തോറ്റിവിടെ സാധിച്ചിട്ടുണ്ട് കേട്ടോ അമ്മായി. ഇപ്പൊ സെക്കൻഡ് ഫസ്റ്റ് കുഞ്ഞാന്. അപ്പൊ ക്രേസി ഫാമിലി ഫസ്റ്റ് ഇട്ടോ ഇതിലേ ഷംന. കൈപ്പങ്ങ ചിന്നിട്ടൊക്കെ ചിരിച്ചു നടക്കും. ഇപ്പൊ ആക്കം പോലെ ഇറക്കിയാ മതി. സെക്കൻഡ് ഇങ്ങക്കാണ്. ഫസ്റ്റ് കിട്ടിയില്ലേ? എന്തായാലും ടേസ്റ്റ് എന്താ? അടിപൊളിയാ. നമുക്ക് ഇതിനൊപ്പം മുളകും പാടും സെറ്റ്. ഞാൻ പെട്ടെന്ന് അറിയിച്ചു. മുളകില് ഫസ്റ്റ് വാങ്ങുന്ന മുളകില് ഞാൻ ഫസ്റ്റ് വാങ്ങും. മുളകില് പറയണേ മുളകില് ഞാൻ ഫസ്റ്റ് വാങ്ങും കൺഫേം. ഷംന അടുത്ത പരിപാടി കൈപ്പങ്ങ നീ കൊണ്ട് കഴിച്ചൂല, ഇതും നീ കൊണ്ട് കഴിച്ചൂല. മുളക് ഈറ്റിംഗ് ചാലഞ്ച് തുടങ്ങാം. എല്ലാരും കയ്യിലും മുളക് പിടിച്ച് നിൽക്കുന്നുണ്ട്. മമ്മല്ല അപ്പൊ തുടങ്ങല്ലേ? കഴിഞ്ഞ ഇതില് നമ്മള് കൊണ്ടുപോയി, ഇനി ഇതില് നമ്മള് കൊണ്ടുപോകൂലേ? കൊണ്ടോണം. യാ ഇമ്മ എന്തൊരു തീറ്റയെ തിന്നണ് അമ്മായി. ഞാൻ ഒറ്റ പൊട്ട് കടിച്ചത് ഇമ്മ ഞാൻ അറിയണ്ട. അമ്മായി നോക്കിയപ്പോ അമ്മായി ഞാൻ അറിയണ്ട്. പിന്നെ അളിയാക്കി തുപ്പിയാനും തുപ്പിട്ടോ അമ്മായി.
നാരങ്ങ നാരങ്ങ പഞ്ചാര തിന്നാ നല്ലോ പഞ്ചസാര ഓള് ചതിച്ചു അമ്മായിന്റെ വിചാരേ ഇജൊക്കെ തിന്നും വിചാരിച്ചു ഒക്കെ തിന്നിക്കണ തലത്തല മുറിച്ച കൂടും ഇപ്പൊ എന്താ കാട്ടുക ഈ നേരെ ചലഞ്ച് ചെയ്തിട്ട് ആരും എവിടെയും കുത്തിരുന്നിട്ടില്ല. പക്ഷെ മുളകണ്ട് തിന്നാൻ കൊടുത്തപ്പോ ഒരു കൂട്ടര് എടാ മൂട്ടിന് കുറച്ച് വീശി കൊടുക്ക്. ഒരാൾ അവിടെ നടക്കണ്, ഒരാൾ ഇവിടെ ഇരുന്ന്. എങ്ങനെയുണ്ട് അമ്മായിയെ? എരിയില്ലല്ലോ. ഇമ്മാക്ക് ഫസ്റ്റ് കിട്ടി, അമ്മായി സെക്കൻഡ്, അലിയാക്ക തേർഡ്. പിന്നെ എന്തിനാ തിന്ന് കിട്ടൂല അറിഞ്ഞിട്ട് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. അറക്കൂല ഓണ്ടാ പഞ്ചാര കുപ്പി ഇപ്പൊ കഴിച്ചു. ഞാൻ തുപ്പടം വിചാരിച്ചേക്കേന് കേട്ടോ. അത് ഇമ്മടെ തീറ്റങ്ങനെ കണ്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ആ ചലഞ്ചും കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജിക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അറിയുന്നത് കസാരക്കളിയാണ്. കസാരക്കളി കാര്യമൊക്കെ സെറ്റ് ആക്കി വെച്ചിരിക്കണ്. നമുക്ക് ഇനി ഈ കളിയാക്കാം. കസാരക്കളിയാണ് നമ്മൾ കളിച്ചത്. താത്ത എങ്ങനെയാണ് താത്ത അവിടെ കൊട്ടൂല. ആരംഭിക്കാണ് ജിന്റെ മുമ്പിൽ കളി അവിടെ അമ്മായി ഷാമിനി ഒപ്പാണല്ലോ. തുടങ്ങല്ലേ റെഡി വൺ. താത്ത തിരിഞ്ഞിക്കണ താത്താനെ നോക്കിട്ട് താരും ആയിക്കോട്ടെ തിരിഞ്ഞിക്കാം. റെഡി കണ്ണും വേണ്ട. റെഡി 1 2 3 സ്റ്റാർട്ട്. മണ്ടിക്കൂളിയുണ്ട് കുറച്ച്. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ആരവിടെ കസേല പഠിച്ചേ? ആ ബിസ്ക്കറ്റ് കളി ഉണ്ട്, 6 റൗണ്ടിലേക്ക് കളി ഉണ്ട്. നമുക്ക് ഇനി അത് ചെയ്യാം. അപ്പൊ നമ്മള് തുടങ്ങാണ്. തുടങ്ങല്ലേ തുടങ്ങാനേ നെറ്റിമല്ലേ കാതാ വിസിൽ വിളിച്ചോളി. ആയിക്കോട്ടെ. ആയോ? കണ്ണില് പൊടിയടി, കണ്ണില് പൊടിയടി, കണ്ണില് പൊടിയടി. എല്ലാരും ഊതിക്കോളിട്ടോ അനുഭവം കൊണ്ടല്ലേ പൊടി. നെറ്റി വെച്ചോളി. റെഡി മോണ്ടോ? റെഡി 1 2. ഓരോ എക്സ്പ്രഷൻ കാണാം നമുക്ക്. അനു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഞങ്ങൾ കൊണ്ടുപോയിക്കണേ. അങ്ങനെ കിട്ടും കിട്ടും. അപ്പൊ നിലത്ത് കാണും. അപ്പൊ നിങ്ങൾക്കല്ല സെക്കൻഡ് കിട്ടാ. നിങ്ങൾ കളവർ കൂട്ടില്ല അതിന്റെ ഇടയില്. അപ്പൊ ഷംനക്ക സെക്കൻഡ്. എന്നാലും
ഇനി നമ്മളെ ഫൈനൽ മത്സരമാണ് ഗൈസ് നടക്കാൻ പോണത്. ഗൈസ് ഇനിയുള്ള മത്സരമാണ് സുന്ദരിക്ക് പൊട്ടുകളാണ് ഇനി നടക്കാൻ പോകുന്നത്. സുന്ദരിക്ക് പൊട്ടുകളാണ്. അമ്മായിക്ക് തേട് നിങ്ങൾക്ക് തേടുണ്ട് അളിയാക്ക കഴിച്ചിട്ട് തൊള്ളിയിൽ കിട്ടാറ്. അപ്പൊ ഈ 5 കഴിഞ്ഞ് സുന്ദരി കൊട്ടടലാണ്. നമുക്ക് ഓൻ അവിടെ എന്തൊക്കെ സെറ്റും കാര്യമൊക്കെ ആക്കിയാണ് പോയേക്കാം. സുന്ദരിയാണാവോ? ആരാണാവോ? ഈ ഒരു ബോസ് ഉണ്ട്. നോക്കട്ടെ നിങ്ങൾ ഇഞ്ച എത്രത്തോളം വരും ഇവിടെ ലോട്ടോട്. നമ്മളെ സുന്ദരി എന്ന് പറയുന്നത് ഏകദേശം ഇതാണ് നമ്മളെ സുന്ദരി. ഇവിടെയാണ് പൊട്ട് തൊടണ്ടേ. അപ്പൊ നമ്മള് കുട്ടികളെ വെച്ച് തുടങ്ങിയ വിചാരിച്ച ഫിദാനാണ് ഇവിടെ ഉള്ളത്. കണ്ണ് തുറന്നാലും ഓനറിയാം. കണ്ണാനുണ്ട്. ഓക്കെ പൊട്ടുന്ന കയ്യ ഇതുണ്ടോ ഈ പൊട്ടിച്ചിട്ട് അവിടെ പോയി ഒട്ടിച്ചേട്ടോ. ഞാൻ എന്റെ കൈമ പൊട്ടിച്ചിട്ടുണ്ട്. അവിടെ കൈമ പോയി ഒട്ടിച്ചേ ഒട്ടിച്ചേട്ടോ. എങ്ങോട്ടാ ഞാൻ കറക്കട്ടെ? ഞാൻ പറഞ്ഞുതരാം. ചേർത്ത് കുത്തേ സപ്പോർട്ട് സപ്പോർട്ട്. ആരാ പറഞ്ഞത് ഫിദർക്ക്? അപ്പൊ നമ്മളാള് തോറ്റിരിക്കുന്നു. അതൊന്ന് മാർക്ക് ചെയ്യണ്ടോ? കിട്ടി. ഇത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നോക്കിക്കോ എവിടെ കുത്തിയെ നോക്കട്ടെ. സുന്ദരനെ ഇങ്ങനെയൊക്കെ പൊട്ടിടുവോ? എവിടെ കുത്തി? എവിടെ കുത്തിയിട്ട് എവിടെ കുത്തിയെ നോക്കിക്കാ. എവിടെ സുന്ദരന്റെ തല എവിടെ കിടക്കണ ചേട്ടാ കുത്തിയത് എവിടെ? കാരണം തോറ്റിക്കണ അറിയാൻ പറ്റില്ല. നമ്മളൊക്കെ ഞാൻ എവിടെ കുത്തി അള്ളാക്ക് അറിയുള്ളൂ. അത് ഞാൻ അടുത്ത ഫിദു പിന്നെ ബുദ്ധിപൂർവ്വം നീങ്ങുള്ളൂ. ഇതിന് കഴിക്കുവോ? ഫിദുവിന്റെ കണ്ണിട്ടാണ്. ഒരാള് വിസിൽ പിടിച്ചെന്നാ ഷംനന്റെ കൂടെ കെട്ടിക്കൊണ്ടിരിക്കണ്ട്. ഷംന കാണരുത്. കണ്ടോ എത്ര ഉണ്ടല്ലേ? ആ 2 പറഞ്ഞോളൂ. കജ്ജുമ പൊടിച്ച് ഞാന് കൊടുത്ത മകൾക്ക് ആരും പറഞ്ഞു കൊടുക്കല്ലേടാ. ആരും പറഞ്ഞു കൊടുക്കരുത്. ആരും പറഞ്ഞു കൊടുക്കല്ലോ. പറഞ്ഞുകൊടുക്കരുത്. അങ്ങനെയൊന്നുമില്ല. ഇല്ല പോകാനായിട്ടില്ല. പോയായിട്ടില്ല. കറക്കിക്കമ്മ. ആ ഓക്കെ പോയിക്കോ. അങ്ങനെ തട്ടി തെറിപ്പിച്ചു. ആ കുത്തിക്കൂടെ ഉമ്മ അവിടുന്ന് മാറുന്നാണ്. ഉമ്മ മാറിക്കും. എല്ലാം കറക്റ്റ് സുന്ദരിന്റെ അടുത്ത് തന്നെയാണ്. കുത്തിക്കൂടി. ആ ഈ വാ കറക്റ്റിമ്മ മാറ്റി കൊടുക്ക്. ഒരു കറക്റ്റാണ് കുത്തിന്. ഒരു കറക്റ്റാണ് കുത്തിന്. പറഞ്ഞോ ഉമ്മ ഉണ്ടല്ലേ. ഉമ്മണ്ടല്ലേ. അയ്യോ പൊട്ടൊക്കെ അവിടുന്ന് പറിച്ചിടണം. ദൂരെ ഓളാദ്യം വെച്ചോടുത്ത് കറക്റ്റ് ആണ്. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഗൈസ് എല്ലാരും ഇങ്ങോട്ട് നിക്കി. എല്ലാരും നിക്കി നിങ്ങൾക്ക് നമ്മൾക്ക് നോക്കിക്കോളി. നോക്കി അപ്പൊ എല്ലാവർക്കും ഫസൽ ഫാമിലിന്റെയും ക്രൈസി ഫാമിലിന്റെയും ഹാപ്പി ഓണാശംസകൾ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ഹാപ്പി ഓണം.